എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മേജും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ചാനൽ കൂടുതലായിട്ടും പോപ്പ് കൾച്ചർ റിലേറ്റഡ് കണ്ടന്റ്സ് ആണ് ചെയ്യുന്നത്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്, അതായത് സൂപ്പർ ഹീറോസ്, അതേപോലെ ഫാൻറ്റസിയും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതാണ് ചാനൽ. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല നല്ല കണ്ടന്റ്സ് ഈ ചാനൽ വരുന്നതായിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കിങ് കോങ് എന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിലുള്ള പടങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. നമ്മളൊരു 3 പാർട്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് ഈ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ സൈഡിൽ പോപ്പപ്പായി വരുന്നതാണ്. നിങ്ങൾക്ക് പോയി കാണാം മുമ്പത്തെ എപ്പിസോഡ്. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ 4ാമത്തെ ഭാഗമാണത്, കോങ് ത്രൂ ദി ഏജസ് പാർട്ട് 4. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ കണ്ടത് കോങ്ങിൻ്റെ വേർഷൻ പല മൂവീസിലും ഒരു സ്യൂട്ട് ധരിച്ചിട്ടുള്ള പോലെയാണ്. ആൾക്കാർ ആ ഒരു സ്യൂട്ട് ധരിച്ചിട്ടാണ് കോങ്ങിനെ അവർ ആവിഷ്കരിച്ചത്. ആ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ വരെ കണ്ടിട്ടുള്ള ആ പടങ്ങളില്ല. പാർട്ട് 4ലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് തികച്ചും കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു കോങ്ങിനെയാണ്. ഈ ഒരു ലിസ്റ്റിന്റെ തുടക്കം തന്നെ പറയാനുള്ളത് അഫ്കോഴ്സ് 2005 ഇറങ്ങിയ കിങ് കോങ് പടമാണ്. പീറ്റർ ജാക്സൺ ഡയറക്ട് ചെയ്ത ഈ ഒരു കിങ് കോങ് മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് നവോമി വാട്സും അതുപോലെ തന്നെ ജാക്ക് ബ്ലാക്കും പിന്നെ ഏഡ്രിയൻ ബ്രോഡിയാണ്. 1933 ഇറങ്ങിയിട്ടുള്ള ആ കിങ് കോങ്ങിന്റെ ഒരു റീമേക്ക് വേർഷൻ ആയിരുന്നു ഈ ഒരു കിങ് കോങ്. പക്ഷേ ഇതിൽ ബഡ്ജറ്റിന്റെ മികവ് കാരണം ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു മൂവി. ഇതിലെ ആക്ഷൻ സീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ കോങ്ങിലത്തെ വേർഷൻ തന്നെ ഒരു ഓൾമോസ്റ്റ് ഗൊറില്ലയുടെ ലുക്കുള്ള ഒരു കോങ് തന്നെയായിരുന്നു ഈ ഒരു മൂവിയിൽ ക്രിയേറ്റ് ചെയ്തത്. ആദ്യം ഇറങ്ങിയ ആ മൂവിയിലത്തെ അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ ഒരു പടത്തിലും വന്നത്. ആൻ ഡാരോ ആയിട്ട് നവോമി വാട്സ് അഭിനയിച്ചു. അതുപോലെ തന്നെ കാൾ ഡെൻഹം എന്ന ആ ഒരു ഡയറക്ടറിന്റെ ക്യാരക്ടറായിട്ട് ജാക്ക് ബ്ലാക്കും അഭിനയിച്ചു. ഈ ഒരു മൂവിയുടെ കഥ 1930s തന്നെയാണ് നടന്നത്. ആ ഒരു എക്സാക്ട് റീമേക്കിന്റെ പോലെ തന്നെയായിരുന്നു ആ ഒരു ഐലൻഡിലേക്ക് അവർ പോകുന്നതും കോങ്ങിനെ കണ്ടുമുട്ടുന്നതും പിന്നെ അതേ സെയിം സീക്വൻസസ് തന്നെയാണ് ഈ ഒരു മൂവിയിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കിങ് കോങ് മൂവീസ് തന്നെയായിരുന്നു. ഓഡിയൻസുകൾക്ക് എല്ലാം നല്ല ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയായിരുന്നു പീറ്റർ ജാക്സൺ ഡയറക്ട് ചെയ്ത ഈ ഒരു 2005 കിങ് കോങ്. അതിനുശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കോങ്ങിനെ കാണുന്നത് 2017 കോങ് സ്കൾ ഐലൻഡ്. ജോർഡൻ വോട്ട് റോബർട്ട്സ് ആണ് ഈ പടം ഡയറക്ട് ചെയ്തത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ മാർവൽ തന്നെ ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. സാമ്യുൽ എൽ ജാക്സൺ, ബ്രീ ലാർസൺ, ടോം ഹിഡിൽസ്റ്റൺ പിന്നെ ജോൺ ഗുഡ്മാൻ. ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മോൺസ്റ്റർവേഴ്സ് എന്ന ആ ഫ്രാഞ്ചൈസിനെ പറ്റി പറയുമ്പോൾ ഗോഡ്സിലും അടങ്ങുന്ന ആ ഒരു ഫ്രാഞ്ചൈസിയാണ്. 2014 ഗോഡ്സില റിലീസ് ചെയ്തതിനു ശേഷം 2017 പിന്നെ കോങ് സ്കൾ ഐലൻഡ് ആണ് വന്നത്. ഇവർ ആ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാക്കുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ട്. ഇതിന്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൂട്ടം സോൾജേഴ്സും അതുപോലെ തന്നെ എക്സ്പ്ലോറേഴ്സും കൂടിയിട്ട് ആരും പോകാത്ത ഒരു ഐലൻഡായ സ്കൾ ഐലൻഡിലേക്ക് പോകുന്നതാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതും 1973 വിയറ്റ്നാം വാറിന്റെ ആ ഒരു സമയത്താണ്. ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ കോങ്ങിന്റെ ഒരു വലിയ തിരിച്ചുവരവായിരുന്നു സ്ക്രീനുകളിലേക്ക്. കാരണം ഇങ്ങനത്തെ ഒരു കോങ് മൂവി ആരും പ്രതീക്ഷിച്ചതുമില്ല. ആ ഒരു മൂവി അത്രയും ആക്ഷൻ പാക്ഡും കോങ്ങിനെ അങ്ങനെ വിഷ്വലൈസ് ചെയ്തേക്കുന്നതും ഒരു പ്രത്യേക രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു മൂവി. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് തന്നെയാണ് ഈ ഒരു കോങ്. കാരണം ഇതിലെ കോങ് അത്രയും ഡൈവേഴ്സും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ മൂവിയിൽ കാണിച്ചത്. ഒറിജിനലി ഈ മൂവി നമ്മുടെ യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ അണ്ടറിലായിരുന്നു. പക്ഷെ പിന്നീട് ലെജൻഡറി പിക്ചേഴ്സ് ഈ ഒരു കൺസെപ്റ്റ് മേടിക്കുകയാണ് ചെയ്തത് കോങ്ങിന്റെ വാർണർ ബ്രദേഴ്സിലേക്ക്. കാരണം അവർക്ക് ഈ ഒരു ഗോഡ്സില്ല ഫ്രാഞ്ചൈസിയായിട്ട് ക്രോസ് ഓവർ ചെയ്യാനായിട്ട് തന്നെ. ഇതൊരു റീബൂട്ട് മൂവി തന്നെയായിരുന്നു. പക്ഷേ കോങ്ങിനെ വലിയൊരു യൂണിവേഴ്സിന്റെ ഭാഗമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയായിരുന്നു കോങ് സ്കൾ ഐലൻഡ്. ഈ ഒരു മൂവിയുടെ കണക്ഷനെ പറ്റി എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മുടെ കോങ് സ്കൾ ഐലൻഡ് ഗോഡ്സില്ലയുടെ കുറച്ച് ഗ്ലിംസസും അതുപോലെ തന്നെ ഗോഡ്സില്ല കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സിലും കോങ്ങിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ അടുത്ത മൂവിയിലേക്ക് നമ്മൾ വരുന്നത്. 2021 ഇറങ്ങിയ ഗോഡ്സില്ല വേഴ്സസ് കോങ്. ആഡം വിങ്കാർഡ് ആണ് ഈ മൂവി ഡയറക്ട് ചെയ്തത്. ഇതിൽ അഭിനയിച്ചവരെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലത്തെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ആക്ട്രസ് ആണ് മില്ലി ബോബി ബ്രൗൺ, പിന്നെ അലക്സാണ്ടർ സ്കാർസ്ഗാർഡ്, പിന്നെ ജൂലിൻ ഡെനിസണും ബ്രയാൻ ടൈറി ഹെൻറിയും. 1963 കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ല എന്ന ആ ഒരു മൂവിക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട്, അതായത് ഈ 2 ടൈറ്റൻസ് കോങ്ങും ഗോഡ്സില്ലയും നമ്മൾ ഏറ്റുമുട്ടുന്നത് നമ്മൾ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ഓഡിയൻസിന് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഇവർ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ ഒന്നിക്കുന്നത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സംഭവം കാണാനായിട്ട്. കാരണം ഇവരുടെ രണ്ടുപേരും സ്റ്റാൻഡ് അലോൺ മൂവീസ് തന്നെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ആകാംക്ഷയുണ്ട്, ഇവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്.
ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന്റെ മൂവിയുടെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കോങ്ങിനെ ഒരു ഗൈഡായിട്ടാണ്, അതായത് ഹോളോ എർത്തിനെ പറ്റി പഠിക്കാനും ഇതിനെ കൂടുതലായി അറിയാൻ വേണ്ടിയിട്ടും കോങ്ങിനെ അവർ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുന്നതാണ്. അതേസമയം ഇപ്പുറത്ത് ഗോഡ്സില്ല ഒരു വലിയ ത്രെറ്റ് ആയിട്ട് കാണുകയാണ് മനുഷ്യന്മാർക്ക്. കാരണം കൂടുതൽ മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള കാരണം ഗോഡ്സില്ല ഒരു ത്രെറ്റ് ആയിട്ട് ഇവർ കാണുന്നതാണ്. ഈ ഒരു മൂവി ഒരു ഹിറ്റ് തന്നെയായിരുന്നു. കാരണം ഇവർ രണ്ടുപേരുടെയും ഫേസ് ഓഫ് കാണാനായിട്ട് അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ആൾക്കാർ. COVID-19 കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ് ഈ മൂവി ഇറങ്ങിയത്. എന്നാലും ഒരു ഹിറ്റ് തന്നെയായിരുന്നു ഈ ഒരു പടം. ആ ഒരു മൂവിക്ക് ശേഷം പിന്നെ നമ്മൾ കോങ്ങിനെ കണ്ടത് അതിന്റെ തന്നെ സീക്വലായ ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയറിലാണ്. ഈ ഒരു മൂവിയിൽ ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നതാണ് ഒരു കോമൺ ആയിട്ടുള്ള എനിമിയായ സ്കാ കിങ്ങിനെ നേരിടാനായിട്ട്. ഈ മൂവി കൂടുതലും എക്സ്പ്ലോർ ചെയ്തത് ആ ഒരു ഹോളോത്തിന്റെ കാര്യങ്ങളാണ്, അവിടെയുള്ള ക്രീച്ചേഴ്സും അവിടെയുള്ള ബാക്കി വില്ലൻസും ബീയിങ്സിനെ ഒക്കെ പറ്റിയിട്ട്. ഈ ഒരു പടത്തിൽ തിരിച്ചു വന്ന കുറച്ച് ആക്ടേഴ്സ്, ഒന്ന് ബ്രയൻ ടൈറി ഹെൻറിയും റബക്ക ഹോളും പിന്നെ കേലിയും ഹോട്ടലാണ്. ആഡം വിങ്ങാർഡ് തന്നെയാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തത്. ജനറലി പറയുകയാണെങ്കിൽ ഈ മൂവി ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മൂവി ആയിരുന്നു നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിനേക്കാളും. കാരണം ഇത് കൂടുതലും അവർ രണ്ടുപേരെയും ഫോക്കസ് ചെയ്ത് അവരെ ഒരു സൂപ്പർ ഹീറോ ടീമപ്പ് ആയിട്ടും ഒക്കെയാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചത്. ബട്ട് ബേസ്ഡ് ഓൺ ദ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ടോപ്പ് നോച്ച്. അടിപൊളി CGI ഗ്രാഫിക്സ് തന്നെയായിരുന്നു ഇവരെ രണ്ടുപേരുടെയും. ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് എന്തായാലും ഇനിയും പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ ഒരു ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് കോങ്ങിന്റെ അവസാനത്തെ ഒരു മൂവി ഇറങ്ങിയിട്ടുള്ളത്. ഇനിയും ഫ്യൂച്ചറിൽ കോങ് വരാം, കോങ്ങിന്റെ ഒരു സെപ്പറേറ്റ് ചിലപ്പോൾ മൂവിയും വരാം. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഇനിയും ഭാഗങ്ങൾ വരും ചെയ്യാം. കാരണം മോൺസ്റ്റേഴ്സ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആനിമേറ്റഡ് മൂവീസ് ആണ് കോങ്ങിന്റെ. ദ മൈറ്റി കോങ് 1998 ഇറങ്ങിയ ഈ ഒരു ആനിമേറ്റഡ് മൂവി കംപ്ലീറ്റ്ലി ആ ഒരു സെയിം കിങ് കോങ്ങിന്റെ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. അതായത് അതിലുള്ള ആ ഹ്യൂമൻ ക്യാരക്ടേഴ്സും ഈ ഒരു ആനിമേറ്റഡ് മൂവിയിൽ ഉണ്ടായിരുന്നു. ആൽ ഡെൻഹം എന്നുള്ള ആ ഒരു ഫിലിം ഡയറക്ടറും അതുപോലെ തന്നെ ആൻ ഡാരോ എന്ന ആക്ട്രസും. അടുത്തൊരു മൂവി 2005 ഇറങ്ങിയ കോങ് കിങ് ഓഫ് അറ്റ്ലാന്റിസ് ആണ്. ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ പ്ലോട്ട് വരുന്നത് തന്നെ കോങ്ങിന്റെ ഒരു സീരീസ് ഉണ്ടായിരുന്നു, കോങ് ദ ആനിമേറ്റഡ് സീരീസ്. ഈ ഒരു സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു മൂവി. കൂടുതലും ടാർഗറ്റ് ചെയ്തത് ഒരു യങ്ങർ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. ഇതിലെ കോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ജൈജാന്റിക് കോങ് എന്നാണ് ഇതിൽ പേരും കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈമേറ്റിന്. ഇതിന്റെ ഒരു കഥയെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു മിത്തിക്കൽ സ്ഥലമായ അറ്റ്ലാന്റിസ് സേവ് ചെയ്യാൻ നോക്കുന്നതാണ് ഒരു സോസറസിന്റെ കയ്യിൽ നിന്ന്. അടുത്തൊരു ആനിമേറ്റഡ് മൂവിയാണ് കോങ് റിട്ടേൺ ടു ദ ജംഗിൾ. 2007 ഈ ഒരു ആനിമേറ്റഡ് മൂവി റിലീസ് ചെയ്തത്. ഇതും നമ്മുടെ മുമ്പത്തെ ആ ഒരു മൂവിയായ കോങ് കിങ് ഓഫ് അറ്റ്ലാന്റിസിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ആ ഒരു ആനിമേറ്റഡ് സീരീസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മൂവിയും അവർ ക്രിയേറ്റ് ചെയ്തത്. ഇതിന്റെ ഒരു കഥയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ ക്യാപ്ചർ ചെയ്തിട്ട് ന്യൂയോർക്കിലത്തെ ഒരു സൂല് കൊണ്ട് ഇടുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ആണ് ഇതിൽ നമ്മൾ കാണുക. അതായത് മുമ്പത്തെ ആ ഒരു ആനിമേറ്റഡ് മൂവീസും സീരീസും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ പിന്നെ പറയാനുള്ളത് കിങ് കോങ്ങും അതുപോലെ തന്നെ ടിറാനോസറസ് റെക്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെയാണ് ഈ ഒരു ആനിമേറ്റഡ് മൂവിയിൽ. ഇത് കോങ് കിങ് ഓഫ് അറ്റ്ലാന്റിസിന്റെ സീക്വൽ എന്ന് പറയാം, പക്ഷേ ഇതൊരു സ്റ്റാൻഡ് അലോൺ സീക്വൽ എന്നും പറയാം. കാരണം കംപ്ലീറ്റ്ലി റിലേറ്റഡും ആയിരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്ലോപ്പുമായിരുന്നു ഈ ഒരു ആനിമേറ്റഡ് മൂവി. ഇനി കോങ്ങിന്റെ കൺസെപ്റ്റ് തന്നെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പടങ്ങളെ പറ്റിയിട്ടാണ്. കാരണം ആ ഒരു വേരിയേഷനാണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഈ പടങ്ങളിൽ. ആദ്യത്തെ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ 1938 ഇറങ്ങിയ ദ കിങ് കോങ് ദാറ്റ് അപ്പിയർഡ് ഇൻ ഈഡോ. ഒരു ജാപ്പനീസ് മൂവി ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്ത പടമാണിത്. ഇതിൽ കിങ് കോങ് എന്ന പേരുള്ള ഒരു ഏപ്പ്, അതിന്റെ മാസ്റ്റർ ഒരു പണക്കാരനായ വ്യക്തിയുടെ മകളെ തട്ടിക്കൊണ്ടുവരുന്നതാണ് ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട്. ഇതൊരു കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ടുള്ള മൂവിയാണ്. ഇതിന് 2 പാർട്സ് ഉണ്ട്. ആദ്യത്തെ പാർട്ടാണ് ദ കിങ് കോങ് ദാറ്റ് അപ്പിയർഡ് ഇൻ ഈഡോ. സെക്കൻഡ് പാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദ കിങ് കോങ് ദാറ്റ് അപ്പിയർഡ് ഇൻ ഈഡോ ദ എപ്പിസോഡ് ഓഫ് ഗോൾഡ്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേരിയന്റ് ആണ്. ഇതിന്റെ മൂവി തന്നെ കംപ്ലീറ്റ്ലി ഇല്ല. കാരണം കുറെ ഇഷ്യൂസ് വന്നു ഈ ഒരു ഇത് റിലീസ് ആയതുകൊണ്ട് തന്നെ. ഈ ഒരു മൂവിയുടെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഓൺലൈൻ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഞാനിതിൽ എന്തായാലും കുറച്ച് കാണിച്ചു തരാം. ഇനി അടുത്തൊരു മൂവിയാണ് ക്വീൻ കോങ്. 1976 ഈ ഒരു പടം ഇറങ്ങിയത്. ഇതൊരു ബ്രിട്ടീഷ് ജർമ്മൻ പാരഡി ഫിലിം ആയിരുന്നു. ആ ഒരു 1976 തന്നെ ഇറങ്ങിയ മെയിൻ കിങ് കോങ് റിലീസ് ചെയ്ത അതേ വർഷം തന്നെയാണ് ഈ ഒരു മൂവിയും വന്നത്. ഇതിന്റെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്രൂ ഒരു ഐലൻഡിൽ പോകുന്നതാണ്. അവിടെ വെച്ച് അവർ ക്വീൻ കോങ്ങിനെ കണ്ടുമുട്ടുന്നു. ക്വീൻ കോങ് അവരുടെ ആ ഒരു കൂട്ടത്തിലുള്ള ഒരു മെയിൽ ആക്ടറായിട്ട് ഇഷ്ടത്തിലാവും. ഒരു കംപ്ലീറ്റ്ലി പാരഡി വേർഷൻ ആയിട്ടാണ് ഈ ഒരു ക്വീൻ കോങ് അവർ റിലീസ് ചെയ്തത്. ഈ മൂവി നിരവധി ലീഗൽ പ്രശ്നങ്ങൾ നേരിട്ടു. കാരണം ആ ഒരു കിങ് കോങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടും അവരുടെ ഭാഗത്തുനിന്ന് കുറെ അവർ ഫേസ് ചെയ്തു. കാരണം ഈ ഒരു പാരഡി വേർഷൻ ഇറക്കിയതിന്.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോങ്ങിനെ നമ്മൾ പല വേർഷൻസിലും കണ്ടിട്ടുള്ളത്. ഇനിയും കാണാൻ കിടക്കുന്നുള്ള കോങ്ങിനെ പറ്റിയിട്ട്. സോ എന്തായാലും നമ്മുടെ ഈ ഒരു കോങ് ത്രൂ ഔട്ട് ദ ഏജസിന്റെ ഫൈനൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കുറെ ക്യാരക്ടേഴ്സിന്റെ പല വേർഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.